നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ പുതിയ സ്റ്റുഡിയോ തുടങ്ങി ഒരു എപ്പിസോഡ് ഭംഗിയായി പോയി. അടുത്ത ദിവസം എന്തുകൊണ്ട് ഇല്ല എന്നാണ് ഇപ്പം പലരും നിലവിളിച്ച് ചോദിച്ചത്. ആ എപ്പിസോഡിന്റെ പോക്ക് ഒരു അസാധാരണ പോക്കാണ് അല്ലേ? അതെ അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ആദ്യം തന്നെ നന്ദി പറയട്ടെ. തീർച്ചയായും. മാത്രമല്ല സബ്സ്ക്രിപ്ഷന്റെ എണ്ണത്തിലും വളരെ കൂടുതലുണ്ടായിട്ടുണ്ട്. അതായത് മിനിഞ്ഞാന്നാണ്, ചൊവ്വാഴ്ചയാണ് പുതിയ സ്റ്റുഡിയോ ചാനൽ ലോഞ്ച് ചെയ്യുന്നതും പുതിയ സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ ചർച്ച മാറ്റുന്നതും. അന്ന് നമ്മുടെ ആ ലൂസ് ടോക്ക് മാത്രമേ ഇട്ടുള്ളൂ. അതെ. പിന്നെ ഇന്നലെയാണ് വാർത്താ അപ്ഡേഷൻ തുടങ്ങുന്നത്. ഇപ്പോൾ ആ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 17,000 നമ്മൾ ചെയ്ത ആദ്യത്തെ വീഡിയോ ഏതാണ്ട് 1,30,000. വളരെയധികം നന്ദിയും സന്തോഷമുണ്ട് ഈ വളർച്ചയിൽ. ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ചോദിച്ചു, അതിന് വളരെ സന്തോഷമുണ്ട്. പലരും നമ്മുടെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവർ ചോദിച്ചു. ഇവിടെ തന്നെ ഇന്നലെ വരാതിരുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അതാണ് ഞാൻ രാജ്മോഹനോട് എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിതിനെ ഊഹിക്കാൻ കഴിയാത്ത. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന യുദ്ധം. ഉദാഹരണത്തിന് മിനിഞ്ഞാന്ന് 4 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഈ മാറ്റങ്ങളും സ്റ്റുഡിയോയും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്കാണ് അറിയുന്നത് ഡോക്ടർ മജീദ് ഖാൻ മരിച്ചു. ഡോക്ടർ ഫൈസൽ ഖാൻ്റെ പിതാവ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, പ്രേക്ഷകർ കണ്ടു കാണും. കേരളം തങ്കലിപികൾ എഴുതി വെക്കുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ മജീദ് ഖാൻ. ഇപ്പം നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രി, അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി, എഞ്ചിനീയറിംഗ് കോളേജ് വേറെ, യൂണിവേഴ്സിറ്റി വേറെ. ഇതൊക്കെ ഇത് അസാധാരണമായ ഒരു വെറും ITC ആയിട്ട് തുടങ്ങിയതാണ്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ കേരളം അതിർത്തി നിർണയിച്ചപ്പോൾ അളക്കാനുള്ള കൂട്ടത്തിലൊക്കെ ഇവരുടെ സ്ഥാപനമായിരുന്നു. കന്യാകുമാരി ജില്ല വേർപെട്ട് പോയപ്പോഴേ ആ രീതിയിൽ അവിടെ വന്ന് അത് വിദ്യാഭ്യാസ സ്ഥാപനമാക്കി. കന്യാകുമാരി ജില്ല ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഒക്കെ ഇവരുടേതായിരുന്നു. അങ്ങനെ വളർന്ന് വന്ന് ഇത് ഒരുപാട് വലിയ പ്രസ്ഥാനമായിരുന്നു. മാത്രമല്ല തക്കലയിൽ ഒരു ക്യാമ്പസ് ഉണ്ടല്ലോ, ഒരു കുന്നുമല സ്ഥലം, പക്ഷെ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള രീതിയിലാണ് അത് ചെയ്തത്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ഒരിക്കലും, ഈ മജീദ് ഖാനെ. അപ്പം ഞാൻ ഈ നമ്മൾ എന്താ ഇപ്പം ചെയ്യുന്നേ എന്നോട്, ഞാനിപ്പോൾ ഓൺലൈൻ പത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് അറിയത്തില്ലോ, വയസ്സ് 90 അപ്പം ഞാൻ പറഞ്ഞു അതിന് ഓൺലൈൻ പത്രവും ഓൺലൈൻ ചാനലും ഒക്കെയാണ്, അതിങ്ങനെ ഇൻ്റർനെറ്റിലൂടെ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് പുള്ളി എന്നോട് പറഞ്ഞു, അതിൻ്റെയൊക്കെ കാലം കഴിയാറായി മോനെ. ഞാൻ ഞെട്ടിപ്പോയി. ഓൺലൈൻ ചാനലും ഓൺലൈൻ പത്രത്തിനൊക്കെ കാലം കഴിയാൻ പോയി. ഇനി നമ്മളിപ്പോൾ സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി നക്ഷത്രങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഊർജം സ്വീകരിക്കാൻ പോകുന്നത്. മാത്രമല്ല ഈ ഗാഡ്ജറ്റുകളൊക്കെ ഇല്ലാതാവും. നിങ്ങളിപ്പോൾ വായിക്കുന്നത് നിങ്ങളൊരു കമ്പ്യൂട്ടറിന് വേണ്ടി അല്ലെങ്കിൽ മൊബൈലിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങളെ കൈപ്പടിയിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഭിത്തിയിലായിരിക്കും നിങ്ങളിത് വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറയാണ്, നിങ്ങൾ മുമ്പിലോട്ടിരിക്കുന്ന ഭിത്തി, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ മോണിറ്റർ. അപ്പം ഇപ്പം ഒരു ഫോണില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ടെക്നോളജിക്കൽ ചേഞ്ചിനെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കിയിട്ട് അക്ഷരാർത്ഥം ഞാൻ ഫ്ലാറ്റായിപ്പോയി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. നമുക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ ഞാനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ തട്ടിക്കൂട്ട് പഴയ സ്കൂളുകൾ. ഇദ്ദേഹം 90 വയസ്സുള്ള മനുഷ്യന് അറിയാത്തതായിട്ടൊന്നുമില്ല. അതിനൊക്കെ അപ്പുറം ഞാൻ അദ്ദേഹത്തെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തലേദിവസം പോയി, രാത്രി ഞാനൊരു പുഷ്പചക്രം സമർപ്പിക്കാൻ പോയി. സമൂഹത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുള്ള മനുഷ്യരാണെന്നറിയോ അവിടെ വന്നിരിക്കുന്നത്, കരഞ്ഞോണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു ഗണപതി ക്ഷേത്രം അദ്ദേഹം പണിതു കൊടുത്താണ്, അവർ ഭാരവാഹനം കൊടുത്തിരിക്കുന്നു അവിടെ എന്നുള്ളത്. അതുപോലെ തന്നെ അന്ധരായ കുറച്ചാളുകൾ, ഭിന്നശേഷിക്കാരെ, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും സഹായിക്കും. ആശുപത്രി തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ നേരത്തെ അവിടെ ആ ഹോസ്പിറ്റലിൽ 18 വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്തെങ്കിലും ചികിത്സയ്ക്ക് എന്നാൽ ബില്ലടിച്ചു കൊടുക്കും, കാശ് വേണ്ട, നിർബന്ധമില്ല, കൊടുക്കുന്നത് മേടിക്കും, അത്രേ ഉള്ളൂ. ആ ആക്ച്വൽ ബില്ല് കൊടുക്കും. പക്ഷെ നിങ്ങളിൽ 1 രൂപയില്ലെങ്കിൽ ഇല്ല പൊക്കോളൂ. നമ്മുടെ നാട്ടിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു കേസാവശ്യത്തിന് കോട്ടയത്ത് പോകണം, പതിവ് പോലെ. മാത്രമല്ല എൻ്റെ ഒരു കസിൻ മരിച്ചുപോയി. 60 വയസ്സേ ഉള്ളൂ. നാട്ടിലാണോ? കോട്ടയം കുറുപ്പന്തര എന്ന് പറയുന്ന സ്ഥലം, കുറുപ്പന്തര അടുത്താണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ശ്രീധര മെഡിക്കൽ കോളേജിലെ ശ്രീധര മെഡിക്കൽ സെൻ്ററിൽ ഹെഡ് നേഴ്സ്, സീനിയർ നേഴ്സാണ്, എലിസബത്ത് എന്നാണ് പേര്. എലിസബത്തിൻ്റെ ഭർത്താവ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇവിടുന്ന് അവിടോട്ട് പോയതാണ്. അവിടെ കിടന്ന് പിറ്റേ ദിവസം രാത്രി വിളിച്ചിട്ട് എടുക്കുന്നില്ല, നോക്കിക്കഴിഞ്ഞപ്പം മരിച്ചു കിടക്കുവാണ്. അപ്പോൾ അടക്കിന് പോകണമായിരുന്നു. ഒരു സ്ലീവാപുരം എന്ന് പറഞ്ഞൊരു പള്ളിയിലായിരുന്നു. ഞാൻ നല്ല നിരപ്പായ ഒരു സ്ഥലമാണ്, വലിയ പള്ളി, 6-7 കോടി മുടക്കി പണിതാണ്. പക്ഷെ 300 ഇടവകക്കാരുള്ളൂ. അതെന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ അത്ര വലിയ പള്ളി വരുന്നിരിക്കും, പക്ഷെ നല്ല പള്ളി. അങ്ങനെ ഇന്നലെ വന്നപ്പോൾ രാത്രി പാതിരാത്രി. ഇനിയിപ്പം വീണ്ടും ശനിയാഴ്ച
ഒരു കേസ് ആവശ്യത്തിന് വേണ്ടി പോവേണ്ടതുണ്ട്. ശനിയാഴ്ച നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ കേസിന് പോകേണ്ട വരുമ്പോൾ പലപ്പോഴും അന്ന് മനേജ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്നാണ് സുദിനം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇതേ സമയത്ത് തന്നെയാണ് മറുനാടൻ TV നമ്മൾ പറഞ്ഞിരിക്കുന്ന പുതിയ നമ്മുടെ നമ്മുടെ പുതിയ സംവിധാനം, നമ്മുടെ പുതിയ കഥ രംഗത്തിരിക്കുന്നത്. നമ്മുടെ മറുനാടൻ TV നമ്മൾ പൂർണ്ണമായും പുതിയൊരു ചാനലാക്കി മാറ്റുവാണ്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചാനലാവുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഹലോ മറുനാടൻ എന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഹലോ മറുനാടൻ്റെ ആദ്യത്തെ എപ്പിസോഡ് 13 മിനിറ്റ് ഉണ്ട്. അത് മുഴുവൻ മറക്കാതെ കാണണം. AI ഉണ്ടാക്കിയത്, പക്ഷേ അതിമനോഹരമാണ്. ഇത്രയും സമയമുള്ള ഇത്രയും പെർഫെക്ഷനായിട്ട് സിനിമാറ്റിക് ക്വാളിറ്റിയുള്ള ഒരു സാധനം മലയാളത്തിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല. മറക്കാതെ ഈ ലൂസ് ടോക്ക് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ മറുനാടൻ TV പോയി. TV ചാനൽ ഇപ്പോഴും ഇല്ലാതായിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. മറുനാടൻ TV പോയി കാണണം, മറക്കരുത്. കാരണം അത് ഉറക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പക്ഷെ നമുക്ക് അതിനു മുമ്പ് ഇറാന്റെ കാര്യം പറയാം. ലോകം ഇന്ന് ആകാംക്ഷയുടെ ഭീതിയോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഈ മതഭരണകൂടത്തിനെതിരെ, അവിടുത്തെ ബുദ്ധിമുട്ടുകൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തെ ക്രൂരമായി തന്നെയാണ് അടിച്ചമർത്തുന്നത്. നമ്മൾ ഇന്നലെ ഒരു വാർത്ത കൊടുത്തിരുന്നു, അത് വിദേശ സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. ആളുകളെ ഇവർ കൊല്ലുക മാത്രമല്ല, കണ്ണിലെവിടേക്ക് പിടിച്ചു നിർത്തിയിട്ട് കണ്ണ് വെടിയിച്ചളയും. ചില ആൾ മരിച്ചു, ഇനി അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലും കാഴ്ച കാണില്ല. അത്രയും ക്രൂരമായ രീതിയിലാണ് ആളുകളോട് പെരുമാറുന്നത്. 12,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഏതായാലും 2000 ചില്ലറയാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ഇടയ്ക്കിടെ ഇറാനിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാവാറുണ്ട്. 2022 ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ജനങ്ങൾ തെരുവിലിറങ്ങും, ഭരണകൂടം ശക്തമായി അടിച്ചമർത്തും. ഇതാണ് ഇറാനിൽ സംഭവിക്കുന്ന രീതി. ഈ ഇറാനിൽ സംഭവിക്കുന്ന ഈ പ്രവൃത്തി, നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ പരിപാടി നമുക്ക് യോജിപ്പില്ല. ഇറാനിൽ കൃത്യമായ ജനാധിപത്യമില്ല, ഇറാനിലെ അടിച്ചമർത്തലാണ്. ഇപ്പോൾ പോലും ഏതാണ്ട് 2600 പേര് കൊല്ലപ്പെടുന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പേര് മരിച്ചുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഇർഫാൻ അതെ ഇർഫാൻ സുൽത്താനെ വധശിക്ഷയ്ക്ക് തീരുമാനിച്ചു. അമേരിക്ക ഇടപെട്ടു. വധശിക്ഷ തൽക്കാലത്തേക്ക് റദ്ദ് ചെയ്തു. മാത്രമല്ല, ഈ സമരക്കാരുടെ ഇടയിലേക്ക് പോലീസ് കയറിയിട്ട് അവരെ സമരക്കാരാണെന്ന് വ്യാജേന കൂടിയിട്ട് വെടിവെക്കുന്നു. ഒരുപാട് ആരോപണങ്ങൾ. അതാണ് ഈ അടുത്തത് കണ്ണിലും തലയിലൊക്കെ വെടിവെക്കുക പറയുന്നത്. അപ്പോൾ ഇറാനിൽ നടക്കുന്നത് ഹീനകൃത്യങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ശരാശരി 1500-2000 പേര് ഒരു വർഷം വധശിക്ഷ വിധേയരാക്കുന്ന രാജ്യമാണ്. അതും തൂക്കിക്കൊല. ഈ തൂക്കിക്കൊലയുടെ പ്രത്യേകത 20 മിനിറ്റ് എടുക്കും ജീവൻ പോകാൻ. ക്രെയിനിലാണ് തൂക്കിക്കൊല്ലുന്നത്. നമ്മൾ തൂക്കുമരമല്ല. തൂക്കുമരത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് ആൾ മരിക്കാനുള്ള എല്ലാ നിർമ്മാണം അങ്ങനെയാണ്. ഇത് ക്രെയിൻ അങ്ങനെ 20 മിനിറ്റ് സമയം ഒരാളുടെ പിടഞ്ഞ് മരിക്കുക എന്നുള്ളതാണ്. അത് നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഇത് കാണിക്കുകയും ചെയ്യും. എല്ലാവരും നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ തൂക്കിക്കൊല നടത്തുന്നത്. അപ്പം അത്തരത്തിൽ ക്രൂരതയും ദുഷ്ടതയും നടക്കുന്നു. എന്ന് മാത്രമല്ല, ഇറാന് വേറെ ചില പ്രശ്നമുണ്ട്. അവർ ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹിസ്ബുള്ള, ഹമാസ്, മറ്റേ ഹൂത്തി വിമതര് എല്ലായിടത്തും അവരാണല്ലോ സഹായം കൊടുക്കുന്നത്. അവരാണ് കൊടുക്കുന്നത്. അത്തരത്തിലുണ്ട്. അതുകൊണ്ട് അവിടെ അട്ടിമറിക്കപ്പെടണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുകയാണ്, ഇത് ഇറാൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ, അതിൽ അമേരിക്ക ഇടപെടണം? അതെ, അത് ഇന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അത് ക്രിസ്തുവരെ വന്നിട്ടുണ്ട്. ഈ ഖമേനിയെ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? അയാളെ വധിക്കാനാണോ, അത് പിടിച്ചുകൊണ്ട് മഡൂറോയെ പോലെ പോകാനാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ മഡൂറോ അവിടുത്തെ പ്രസിഡന്റ് മാത്രമാണ്, ഇത് മതനേതാവാണ്. നോട്ട് ഓൺലി ഈ പറയുന്ന ഇറാൻ്റെ, അയാള് ഷിയ മുസ്ലിമുകളുടെ മൊത്തത്തിൽ ആത്മീയ നേതാവാണ്. ഒരുപാട് രാജ്യങ്ങളിലുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് അത് ഒരു അതിരുകടന്ന അമേരിക്കേൻ്റെ ആഗ്രഹമാണ് എന്നാ തോന്നുന്നു. പക്ഷെ എങ്കിൽ പോലും ഇവർ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട്, ഹെസ്ബുള്ളയും ഹൂത്തികളെയും ഒക്കെ വളർത്തിയെടുക്കുന്നത് കൊണ്ട് നിയന്ത്രിക്കേണ്ടത് നല്ലതാണ്. നാട്ടുകാരെ പട്ടണം കിട്ടിയിട്ടാണ് ഈ തീവ്രവാദിക്ക് പൈസ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം. പിന്നെ കുറച്ചൊക്കെ രാജ്മോഹൻ ഈ പാശ്ചാത്യ മാധ്യമങ്ങളെ വാർത്തയായിരിക്കും, കുറച്ച് പെരുപ്പിക്കും. നമ്മളൊരു കാര്യം പറയട്ടെ, ഈ ഇറാഖിൽ ഇവരല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് സദ്ദാം ഹുസൈൻ അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. വല്ലതും കണ്ടുപിടിച്ചോ? ഒന്നുമില്ല. ഗദ്ദാഫിക്കെതിരെ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വല്ലതും കണ്ടുപിടിച്ചോ? ഇല്ല. ഈ ഗദ്ദാഫിയെ തട്ടിക്കളഞ്ഞു, സദ്ദാമിനെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു 100% നമുക്ക് യോജിക്കാനോ പിന്തുണയ്ക്കാനോ പറ്റില്ല. അതേസമയം ഈ ഇസ്ലാമിക ഭരണം ലോകത്ത് സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ഇവർ നടത്തുന്ന ഫണ്ടിങ്, അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദം, അതിനെ ചെറുത്ത് തോൽപ്പിക്കുക. അവിടെ ജനാധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പക്ഷേ ഇതൊരു പരിധി കടന്നതാണെന്ന് എൻ്റെ തോന്നുന്നു. 79 വരെ അവിടെ വളരെ മനോഹരമായ ആളുകൾ, വളരെ എന്താണ് ആധുനിക ആളെ ജീവിച്ച ഒരു സമൂഹത്തിൽ ഭരണകൂടത്തിൻ്റെ കീഴിൽ. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന പ്രക്ഷോഭം ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. ആഭ്യന്തര കലാപം ശക്തമാകുമ്പോൾ അമേരിക്കയുടെ ഒരു ആക്രമണം കൂടി ഉണ്ടായാൽ അത് താങ്ങാനുള്ള ശേഷി അവർക്കില്ല. അതുകൊണ്ട് ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. ആര് ചോദിക്കാനാണ്? ഞാൻ ചോദിക്കുന്നത്,
വെനിസ്വേലിയൻ പ്രസിഡന്റ് പിടിച്ചോണ്ട് ആരിൽ എന്തെങ്കിലും ചോദിച്ചു? ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ഉണ്ടോ? ഉണ്ടോ ആരിലും ചോദിച്ചോ? ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ ഭയങ്കര ഹാലിളക്കമായിരുന്നല്ലോ, ആരും ചോദിച്ചില്ല. എന്തിനേറെ റഷ്യ ഇത്രയും ശക്തനായ റഷ്യയുടെ 2 കപ്പൽ പിടിച്ചെടുത്തു, ടാങ്കർ പിടിച്ചോണ്ട് എന്നിട്ട് അനങ്ങിയോ? ഇല്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് യുദ്ധാന്തരീക്ഷം ശക്തമാകുന്നു, അത് സംഭവിക്കാനുള്ള സാധ്യത. പക്ഷേ ഇതിൽ രസകരമായ സംഭവം കൂടെ നടന്നിട്ടുള്ളത്, ഈ 75 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസ ഒഴിവാക്കിയ കൂട്ടത്തിൽ പാകിസ്ഥാനും അമേരിക്ക അടിപൊളിയായി. അതൊരു ഗംഭീര വാർത്തയാണ്. പക്ഷേ 75 രാജ്യങ്ങൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 15 രാജ്യങ്ങൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കേണ്ടവരാ. അവർക്ക് അവിടെ ആളെ കളിയാണോ വരാൻ പറ്റില്ല, കളിക്കാർക്ക് വരാൻ പറ്റുമോ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലാണ്. എന്താണ് അതിന്റെ അപ്ഡേറ്റ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണ്ടും സബ് ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഈ പോലീസിന്റെ കസ്റ്റഡി കാലാവധി മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്നിരുന്നു അല്ലേ? ഇന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ എത്തിക്കണമല്ലോ, ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. പതിവ് പോലെ പ്രതിഷേധത്തിന്റെ വലിയ ബഹളം കൂക്കുളിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധേയമായി മാറുന്ന ഒരു കാര്യം, രാഹുലിനെ ഈ കേസിൽ കൊടുക്കാൻ നോക്കി പോലീസ് വെട്ടിലായി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിലേക്ക് മുമ്പ് രാഹുലുമായി ബന്ധപ്പെട്ട് കുറേ ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എതിരെയുള്ള ഒരു നീക്കമാണ്. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ സത്യം പറഞ്ഞു, അവരൊരു അശ്ലീലവും പറഞ്ഞില്ല, അവരെ അതിജീവിതയുടെ പേരോ ഒന്നും പേരുന്നില്ല. അതിജീവിതയെക്കുറിച്ച് ആകെപ്പാടെ ചോദിച്ചത് ഈ പീഡിപ്പിച്ച ആ കേന്ദ്രമാണ് ചെരുപ്പ് വാങ്ങിക്കൊടുത്തെന്ന് മാത്രം ചോദിച്ചു. അതൊരു സ്ത്രീ എന്ന നിലയിൽ ശ്രീനാദേവിക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. എനിക്കതല്ല, അതിന് പേരിൽ അതിജീവിത പരാതി കൊടുത്തു. എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഒരാൾക്കെതിരെ പരാതി കൊടുക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാകണം, ആ നിയമം ലംഘിക്കണം. അതിജീവിതയുടെ പേര് പറയുകയോ അതിജീവിതയെ തിരിച്ചറിയാൻ പറ്റുന്ന സൂചന നൽകുകയോ ചെയ്താൽ പരാതി കൊടുക്കാം. അതല്ലാതെ അവഹേളിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയാൽ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് പറയാം. അതെ, അത്രേ ഉള്ളൂ. കേസ് ഇത് അവഹേളനമല്ല, കേസിന്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ അധികാരമുണ്ട്. ഒരു സ്ത്രീയായ ശ്രീനാദേവിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവർ പരാതി കൊടുത്തിരുന്നത്. പക്ഷെ ശ്രീന എന്താ ചെയ്തു? അവർക്കെതിരെ പരാതി കൊടുത്തു. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പോലീസ് നനങ്ങാൻ പോകുന്നില്ല, കാരണം അതിനുള്ള പക്ഷേ അതിനിടയിൽ കോൺഗ്രസിൽ അതിർത്തി എന്ന് പറഞ്ഞ നമ്മുടെ മാപ്രകൾ രംഗത്തിറങ്ങി. യഥാർത്ഥത്തിൽ ഒരു അതിർത്തിയില്ല. അവരുടെ വിശദീകരണം തേടിയെന്നൊക്കെയാണ് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. എല്ലാ കോൺഗ്രസ് നേതാക്കളും, യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ മാനസികമായി ഞാൻ സംസാരിച്ച എല്ലാവരും ഇത് പോലീസിന്റെ വേട്ടയാണ്, ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല UDF ആണെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു വശത്ത് ശ്രീനാദേവിയുടേത്, മറുവശത്ത് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫെനി നൈനാന്റെ പ്രവേശമാണ്. അതെ, അദ്ദേഹത്തിന്റെ രാഹുലിന്റെ അടുത്ത സുഹൃത്തായ സഹപ്രവർത്തകനായിരുന്ന ഫെനി നൈനാന്റെ അദ്ദേഹം ഒരു ഇത് സംബന്ധിച്ച ചാറ്റുകൾ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഫെനി നൈനൻ ആദ്യം ഇന്നലെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. ഇന്നലെ പോസ്റ്റ് ഇട്ടപ്പോൾ ഫെനി നൈനൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ രണ്ടാം കേസിലെ രണ്ടാം പ്രതിയാണ്. എങ്ങനെയാണ് രണ്ടാം പ്രതി ആയിരിക്കുന്നത്? കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തുള്ള ഒരു യുവതിയെ ഈ ഹോം സ്റ്റേ എന്ന് അവളുടെ കുടുംബ പ്രശ്നം, ഭർത്താവില്ലെന്ന് തോന്നുന്നു, അവരുടെ എന്തോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രാഹുൽ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് രാഹുല് ഇവരെ വളരെ ദൂരെ, പത്തനംതിട്ടയിൽ നിന്ന് വളരെ ദൂരെ, അടൂരിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ പീഡിപ്പിക്കാൻ കൊണ്ടുപോയത്, രാഹുലിനെയും ഇവരെയും കൊണ്ടുപോയത് ഫെനി നൈനാനാണ്. ഫെനി നൈനാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു ഈ രാഹുൽ പീഡിപ്പിക്കുന്നത്ര സമയം. ഈ യുവതി ആ മുറിയിൽ കയറി, ഹോം സ്റ്റേ കയറി കഴിഞ്ഞപ്പോൾ അവരെ പിച്ച് ചീന്തുന്നു, ഭീകരമായി അവരെ ആക്രമിക്കുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങിയ ഈ യുവതിയെ കൊണ്ടുവിടുന്നത് ഫെനി നൈനാനാണ്. ഇതിലെ രണ്ടാം പ്രതിയാണ് ഫെനി. ഒന്നാം പ്രതിയായ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു. പക്ഷേ രാഹുലിന് കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. രണ്ടാം പ്രതിയായ ഫെനിയെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് താല്പര്യമില്ല. അയാൾ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടില്ല. വളരെ അയാൾ ചോദിക്കുന്ന ചോദ്യം, എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആവേശ കമ്മിറ്റിക്കാർ ആവേശം കാണിക്കുമ്പോൾ രാഹുൽ ധാർമ്മികമായി കുറ്റകൃത്യം ചെയ്തു, പക്ഷെ ലീഗലി നിയമപരമായി കുറ്റകൃത്യം ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുലിനെതിരെ ചുമത്തിയ രണ്ടാമത്തെ കുറ്റകൃത്യത്തിലെ രണ്ടാം പ്രതിയായ ഫെനി നൈനാൻ ഇതുവരെ ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. അയാളെ പോലീസ് വിളിപ്പിച്ചിട്ടില്ല. പോലീസ് ഒന്ന് വിളിച്ചെന്തോ കാര്യം അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തില്ല? ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു കുറ്റകൃത്യത്തിന്റെ പങ്കാളിയാകുന്നയാൾ അതേ കുറ്റകൃത്യം ചെയ്തേ കണക്കാക്കും. എന്ന് വെച്ചാൽ റേപ്പ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും റേപ്പ് ചെയ്തതിന് തുല്യമായി, അങ്ങനെയാണ് ദിലീപ് പ്രതിയാവുന്നത്. ഗൂഢാലോചന കുറ്റം. എന്തുകൊണ്ട് രണ്ടാം പ്രതിയായ ചോദ്യം ചെയ്യുന്നത്? ഇതാണ് അയാൾ ആദ്യം ചോദിച്ച ചോദ്യം. രണ്ടാമത് അയാൾ പറഞ്ഞത്, ആ
രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് അയാൾ കൂടി പ്രതിയായ രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് അയാളുടെ നിലപാട് അങ്ങനെ ഒരു സ്ത്രീ എനിക്ക് അറിയത്തില്ല എന്നതായിരുന്നു. അങ്ങനെ ഒരു യുവതി എനിക്കറിയത്തില്ല, ഭാവനയിൽ രൂപപ്പെട്ടതാണ്, തനിക്ക് ഒരു ധാരണയുമില്ല എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അതേസമയം മൂന്നാമത്തെ കേസ് ഇപ്പോൾ രാഹുലിൻ്റെ മേൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മൂന്നാമത്തെ കേസ്, ആ മൂന്നാമത്തെ കേസിൽ ഈ ഫെനി നൈനൻ പ്രതിയല്ല. അതെ. പക്ഷെ ഫെനി നൈനൻ പറയുന്നു എനിക്ക് അവരെ അറിയാം. ഞാൻ അവരെ അറിയാമെന്ന് പറയുന്നത് രാഹുൽ പീഡിപ്പിച്ചതിൻ്റെ തെളിവല്ല, നേരെ മറിച്ച് ഈ അവർ പറയുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, അവർ പറയുന്നത് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ രാഹുലിൻ്റെ സുഹൃത്തിന് വഴി പൈസ കൊടുത്തിട്ടുണ്ട്, എനിക്ക് 5000 രൂപ കിട്ടിയിട്ടുണ്ട്, കേസിന് ആവശ്യത്തിനാണ്, രസീതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീയാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. ആ രാഹുലിന് അറിയത്തില്ല, അല്ല ഫെനിക്ക് അറിയത്തില്ല ആരാണ് അതിജീവിതയെന്ന്. ഈ പറയുന്ന തനിക്ക് പൈസ തരികയും അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പരാതിയിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളുള്ള സ്ത്രീയാണ് പരാതിക്കാരിയെങ്കിൽ എനിക്കവരറിയാം. അവർ ഇക്കഴിഞ്ഞ നവംബർ മാസം വരെ രാഹുലുമായി കോണ്ടാക്റ്റിന് വേണ്ടി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. സംഭവം നടക്കുന്നത് പറയുന്നത് 2024 2024 ഏപ്രിൽ മാസത്തിലാണ് രാഹുൽ പീഡിപ്പിച്ചത്. ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് കാണണം, ഒറ്റയ്ക്ക് കാണണം, ഒരുമിച്ച് സംസാരിക്കണം, അത് അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് ചാറ്റ് പുറത്തു വിട്ടു, നമ്മൾ ആ ചാറ്റ് കാണിക്കുന്നില്ല. അയാൾ ആ ചാറ്റിൻ്റെ അതിനകത്ത് ചാറ്റിൽ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചാറ്റ് കാണിക്കുന്നില്ല. അതിൻ്റെ അകത്ത് അയാൾ പറയുകയാണ്, വരൂ ഓഫീസിൽ നിന്ന് കാണാം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല, ഫ്ലാറ്റിൽ വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ് വന്നതെങ്കിൽ പോലും ഓഫീസിൽ വെച്ച് കാണാമെന്ന് ഈ ഫെനി നൈനൻ പറയുമ്പോൾ പറ്റത്തില്ല, എനിക്ക് ഫ്ലാറ്റ് MLA ബോർഡ് വെച്ച വാഹനത്തിൽ MLA ബോർഡ് വെച്ച വാഹനം അല്ല, ഇനി ഇതൊന്നും നടക്കുന്നില്ല, നമുക്ക് ഡ്രൈവിന് പോകാം, എൻ്റെ വണ്ടി തരാം. നോക്കൂ, 2024 ഫെബ്രുവരി മാസം ഏപ്രിൽ മാസത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണണം, രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഫ്ലാറ്റിലിരിക്കണം എന്ന് ഈ സ്ത്രീ പറയണമെങ്കിൽ, ഡ്രൈവിന് പോകണമെങ്കിൽ എവിടെയാണ് ബലാത്സംഗം? ഈ ചോദ്യമാണ് ഫെനി നൈനൻ ഉന്നയിക്കുന്നത്. അപ്പം ഫെനി ഇത് പുറത്ത് പറഞ്ഞതോടെ ഇവരിതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഫെനി ഇത് പുറത്തു വന്നതോടെ ആളുകൾക്ക് ഏകദേശം പിടികിട്ടി. പരാതി പുറത്തു വന്നപ്പോൾ തന്നെ ആളുകൾക്ക് ഏകദേശം പിടികിട്ടിയായിരുന്നു ഇതൊരു വേട്ട. അപ്പം ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ആ സ്ത്രീയോട് സിമ്പതി എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളിൽ പലരും അവരുടെ താല്പര്യപ്രകാരമാണ് രാഹുലുമായി ബന്ധത്തിന് പോയതെങ്കിലും അവരുടെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. അതെ, മിടുക്കനാണ്, ഭാവി മന്ത്രിയാവും, നമ്മളൊക്കെ മുഖ്യമന്ത്രിയാവുമെന്ന്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇവനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. രാഹുല് അങ്ങനെ ഒരു മോഹം കൊടുത്തിരിക്കാം. അത് എന്ന് മാത്രമല്ല, ഇവരൊക്കെ പരാതിപ്പെട്ടെടുത്താണ് ശരിക്കും കുഴപ്പം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവരാരും സ്വമനസ്സിൽ പരാതിപ്പെട്ടതല്ല, കൊടുപ്പിച്ചതാണെന്ന് പറയേണ്ടത്. അതായത് രാഹുലിനെതിരെ ഒരു പരാതിയും കിട്ടിയിരുന്നില്ല. രാഹുലിനെതിരെ ഒരു പരാതിയും കിട്ടുന്നതിന് മുൻപാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നത്. അന്വേഷണ സംഘത്തോട് പറയാണ് പരാതി തായോ എന്ന് പറയണം. അങ്ങനെയാണ് അവർക്ക് ആദ്യം ഈ സ്ത്രീയുടെ ആദ്യത്തെ അതൊരു പരാതി കിട്ടുന്നത്. ഓർക്കണം, അവർക്ക് താല്പര്യമില്ലായിരുന്നു, പോലീസ് നിർബന്ധിച്ചു കൊണ്ടുവന്നു. രണ്ടാമത്തേത് KPCC പ്രസിഡന്റ് കൊടുത്ത് തിരിച്ചയച്ചു, പോലീസ് നിർബന്ധിച്ചു കൊണ്ടുവന്നു. ഈ മൂന്നാമത്തെ പരാതിക്കാരിയെയും ഇവൻ്റെ ഫോണൊക്കെ നോക്കി പോലീസ് ചാക്കിട്ട് പിടിച്ച് പരാതിക്കാരിയാക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരറിഞ്ഞുകൊണ്ട് പരാതിയായിട്ട് വന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ DGP TP സെൻകുമാർ ചില പ്രധാനപ്പെട്ട 10ഓളം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇവരുടെ വൈദ്യപരിശോധന നടത്തിയിരുന്നു, അത് ഇക്കാര്യത്തിലൊരു മസ്റ്റാണ്. ഇവരുടെ മൊഴി എടുത്തിട്ടുണ്ടോ? മൊഴി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ 3 ദിവസത്തിനകം അവരൊന്ന് ഒപ്പിട്ട് കൊടുക്കണം ആ മൊഴി. ഇവർ വിദേശത്താണെന്നാണ് എപ്പോഴും പറയുന്നത്. ചില മാധ്യമങ്ങളിൽ അവരെന്തോ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പക്ഷേ അതിനൊന്നുള്ള ഒരു സാധ്യതയും കാണുന്നതുമില്ല. എന്തായിരിക്കും അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായാൽ? ഞാൻ അതിശയത്തോടു കൂടിയാണ് ഇന്ന് മനോരമയിലൊരു വാർത്ത വായിക്കുന്നത്. ഞാൻ കരുതിയിരുന്നത് ഈ യുവതി എത്തിയെന്നായിരുന്നു, യുവതി എത്തിയവൻ. പക്ഷെ ഇന്ന് മനോരമയിൽ വാർത്ത വന്നിരിക്കുന്നു യുവതി എത്തിയില്ല എന്ന് വെച്ചാൽ യുവതി ഇത് വിവാദമായതോടെ യുവതി മുങ്ങി. കാരണം അവർക്ക് താല്പര്യമായിട്ടല്ലോ കേസാവുന്നത്, ഇവർ നിർബന്ധിച്ച് കൊണ്ടുവന്നു. ഇവരൊരു ഇമെയിൽ അയച്ചു, ഇമെയിലിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ FIR ഇട്ടു. FIR ഇട്ടിട്ട് ഇവർ ഈ കള്ളനല്ല ഭീകരവാദിയെ പിടിക്കുന്ന പോലെ വലയിട്ട് പിടിച്ചു ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചു. ഇപ്പം നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ പോലീസ് വെട്ടിലായി. കാരണം TP സെൻകുമാർ പറഞ്ഞ ഒരു
നടപടിക്രമം പാലിച്ചിട്ടില്ല. ഒന്നും. അതായത് ഏറ്റവും ആദ്യത്തെ കാര്യം, ഇമെയിൽ വഴി പരാതി കിട്ടിയാൽ, ടെലിഫോൺ വഴി പരാതി കിട്ടിയാൽ ഗൗരവമേറിയ കുറ്റകൃത്യമാണെങ്കിൽ FIR ഇടാം. FIR ഇട്ടാൽ അത് വിശ്വാസമാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരാതിപ്പെട്ട ആളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുക്കുകയും ഈ പരാതിയിൽ അവരുടെ ഒപ്പിടിക്കുകയും ഇത് ചെയ്തിട്ടില്ല. 2, ഇവർക്ക് മെഡിക്കൽ പരിശോധന. ബലാത്സംഗത്തിന് ഇരയായി ഒരാൾ പറഞ്ഞാൽ പോരല്ലോ, മെഡിക്കൽ പരിശോധന മസ്റ്റാണല്ലോ, മെഡിക്കൽ പരിശോധന നിർബന്ധമാണല്ലോ. ഇത്തരം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഇതൊന്നും പൂർത്തിയാക്കാതെ ഇവർ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നൊരൊറ്റ കാര്യവും, പിന്നെ കപ്പ് പിടിച്ച് ചായ കുടിക്കുക എന്നുള്ള PR പരിപാടി നടന്നു, അകത്തായി. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ താല്പര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു. അതുകൊണ്ടും കൂടിയാവാം ഇന്നിപ്പോൾ അവസാനം ഫെനി ഇത് പുറത്തുവിട്ടു. ഫെനി അഡ്വക്കേറ്റിന് അത് കൊടുത്തിട്ടുണ്ടെന്നും എല്ലാം വന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് കോടതിയുടെ ഡോക്യുമെൻ്റായി. ഇനി ഇവരുടെ മുഴുവൻ ചാറ്റുകളും പുറത്തു വരും. അതായത് ഇവരുടെ സ്വകാര്യതയാണ് എന്നൊക്കെ പറയുന്നത് സത്യമാണ്, പക്ഷേ ഇത് കോടതി ഡോക്യുമെൻ്റാണ്. അതെ, കോടതി വന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് ആർക്കും ആക്സസ് ചെയ്യാം. ഈ ആക്സസ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് വാട്സാപ്പിലൂടെ പ്രചരിക്കും. അതുകൊണ്ട് ഇത്തരം കേസുകളിലെ സ്വകാര്യത അത്ര എളുപ്പത്തിൽ സംരക്ഷിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ യുവതി അവരുടെ താല്പര്യപ്രകാരം അവർ തന്നെ മുറി ബുക്ക് ചെയ്താണ് രാഹുലിനെ വിളിച്ച് കാത്തിരുന്നതെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അവരാണ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ എന്നാ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർക്ക് അന്വേഷണത്തോട് സഹകരിക്കാൻ താല്പര്യമില്ല. ഇവർ പരാതിപ്പെട്ടു, ഇവരുടെ പ്രഷറിന് കാരണം ഇവർ കൊടുത്തു. ഇവരുടെ മുമ്പിൽ ഉദാഹരണം ഏതാണ്? നടി ആക്രമിക്കപ്പെട്ട കേസാണ്. ആ നടി അവരുടെ കരിയറിൽ 8 വർഷം ഇതിനു വേണ്ടി കളഞ്ഞു. അവരിതിന് പിന്നാലെ നടന്നു, ലക്ഷങ്ങൾ മുടക്കി. എന്നിട്ട് നീതി കിട്ടിയോ? അവർക്ക് നീതി കിട്ടിയില്ല. അതേസമയം ആ നടിയെ അറിയാത്ത ആരുമില്ല താനും. അത്തരം പശ്ചാത്തലത്തിൽ ഇവരുടെ സേഫ്റ്റി ആയിട്ട് ഇവർ നോക്കാൻ പോകുന്നത് അവർക്ക് കുടുംബം വലുതല്ലേ, ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ സഹകരിക്കത്തില്ല. അതുകൊണ്ട് ആര് വെട്ടിലാവും? പോലീസ് വെട്ടിലാവും. അക്ഷരാർത്ഥത്തിൽ പോലീസ് ഇപ്പം തന്നെ വെട്ടിലായി. കാരണം ഇവർ വരുന്നില്ല. ഇവരോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇവർ വരുന്നില്ല. വരികയാണെങ്കിൽ അവർ കുടുംബത്തിന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് അത്യാവശ്യം ഒന്ന് ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അടിയന്തരമായിട്ട് പോകേണ്ട സാഹചര്യം പറഞ്ഞു. വീട്ടിലാക്കുന്ന അസുഖം അങ്ങനെ അവർ വരുന്നില്ല. അവർ വരാതിരിക്കുമ്പോൾ പോലീസ് എന്ത് ചെയ്യും? കാരണം ഈ മൊഴി ഒപ്പിട്ടിട്ടില്ല, മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല. ഇവനെ പിടിച്ച് അകത്ത് വിട്ടു, ഇവനെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നു, ഇവനെ പ്രദർശിപ്പിക്കുന്നു, എല്ലാ വിഷ്വലും പുറത്തു വിട്ടു. അപ്പോൾ പോലീസ് അതിനെ മറികടക്കാൻ വേണ്ടി, ഇപ്പം ഇന്നത്തെ മനോരമ വായിച്ചതാണ്, എനിക്ക് അതിൻ്റെ ഗുട്ടൻസ് അറിയത്തില്ല, ഈ പല വാർത്തയും തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നത് നമുക്കറിയത്തില്ല. മനോരമ വായിച്ചിരിക്കുന്നൊരു സാധനം, പോലീസ് ഹൈക്കോടതിയുടെ അപേക്ഷ കൊടുക്കാൻ പോവാണ്, ഇതിലൊരു ഇളവ് തരണം, നേരിട്ട് ഹാജർ ഒപ്പിടുന്നൊരു ഇളവ് തരണം, ഇലക്ട്രോണിക് ഒപ്പാക്കി മാറ്റണം, പിന്നെ ഇവളുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റും ഓൺലൈൻ വഴി എടുക്കാൻ അനുവദിക്കണമെന്നൊരു അപേക്ഷ കൊടുക്കാൻ പോകും. എംബസി വഴി എന്ന് പറഞ്ഞാൽ എംബസി പോവും, അവൾ എംബസി പോകുന്നു. അതാണ് അടുത്ത ചോദ്യം. ഇനി എംബസി വഴി ആണെങ്കിൽ എംബസി പോവും. അതാണ് അത് പ്രസക്തമായ ചോദ്യമാണത്. അപ്പോൾ അത്തരമൊരു വിഷയം ഈ പോലീസിനെ ബാധിക്കുന്നു. പക്ഷേ പോലീസ് എങ്ങനെയും പ്രഷർ കൊടുത്ത് അവളെ ഇതെങ്കിലും ജയിപ്പിക്കാൻ നോക്കും, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇവൻ അപ്പം തന്നെ ജാമ്യം കിട്ടും. എന്ന് ഈ ഹൈക്കോടതി അനുവദിക്കണമെന്നില്ല. കാരണം ഹൈക്കോടതിക്ക് എന്ത് അനുവദിക്കാൻ പറ്റും? രാജ്യത്തൊരു നിയമമോ ചട്ടമോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് റദ്ദ് ചെയ്യാം. അത്രേ ഉള്ളൂ. അത് റദ്ദ് ചെയ്യുന്നത് പുതിയ നിയമം വരുന്നത് വരെ ഒരു 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 നിയമം പ്രഖ്യാപിക്കാം, ഒരു ചടങ്ങ് പ്രഖ്യാപിക്കാം. അല്ലാതെ എങ്ങനെയാണ് ഹൈക്കോടതിക്ക് നിലവിൽ ഇല്ലാത്ത ക്രിമിനൽ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമം ഇവർക്ക് എക്സെപ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുന്നത്? ഒന്ന് നേരിട്ട് ആളെ കാണണ്ടേ? ആള് ജീവിച്ചിരിക്കുക തന്നെയാണല്ലോ രാജ്യത്ത്. ഇത് യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന പോലീസാണ്. പോലീസ് സർക്കാരിൻ്റെ PR വർക്കിന് വേണ്ടി, പിണറായി വിജയന് ചായക്കോപ്പ പിടിക്കാൻ വേണ്ടി പോലീസ് ആവേശം കാണിച്ചു. ഈ ആവേശം കാണിച്ചു പോയി അങ്ങോട്ട് തല വെച്ച് കൊടുത്തു, അടിമുടി പ്രൊസീജിയർ തെറ്റിച്ചു. ഇപ്പോൾ ആ യുവതി സഹകരിക്കാതെ കൊണ്ട് ഇരുന്നാൽ പൂർണ്ണമായും കോടിക്കണക്കിന് നഷ്ടപരിഹാരം കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. കുറ്റം ചെയ്യാത്ത ഒരാളെ കൂടി ജയിലിൽ ഇട്ട് നാട് മുഴുവൻ കൊണ്ടുള്ള നാണം കെടുത്തി എന്നുള്ള എന്തെല്ലാം കേസുകളുണ്ടോ? അപ്പം ഇത് യഥാർത്ഥത്തിൽ പോലീസിന്റെ മുഖം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതിനിടയ്ക്ക് MLA സ്ഥാനം റദ്ദാക്കണമെന്ന് പറഞ്ഞ് വേറെ നീക്കം നടത്തുന്നുണ്ട്. മുരളി DK മുരളി അപേക്ഷ കൊടുത്തല്ലേ? എന്നിട്ട് എന്താ സ്പീക്കർ എന്ത് ചെയ്തു? സ്പീക്കർ അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്, നിയമസഭയുടെ. കാരണം ഇത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇവിടെ ഇത്രയും കാലം വരും. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തേക്ക് കുറെ പേര് എല്ലായിടത്തും അങ്ങനെ കോളം MLA വിൻസെന്റ്, പെരുമ്പാവൂർ MLA എൽദോസ്, കൊല്ലം MLA മുകേഷ്, മന്ത്രി ഗണേഷ് കുമാർ, ഒരുപാട് പേരുണ്ട്. സദാചാര മൂല്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് MLA ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് രാജിവെക്കേണ്ടി വരും.
ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്ത ഉണ്ടായിരിക്കുന്നത് കണ്ടു. അതായത് MLA ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ഒരു കോൺഗ്രസ് നേതാവ് സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ശരിയാ, കാരണം ഇയാൾ MLA അല്ലേ, സ്പീക്കർ അനുമതി വേണ്ടേ? ഒരു ദിവസം രാത്രി വീട്ടിൽ ചെന്ന് എങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ MLA തട്ടിക്കൊണ്ടുവന്ന് പരാതി കൊടുത്തു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇതൊന്നുമല്ല രാജ്മോഹൻ. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പറഞ്ഞത് അടിമുടി ചട്ടം ലംഘിച്ച് ഒരു ഇത് ചെയ്തു. രസകരകാര്യം പിണറായി വിജയൻ എപ്പോഴും അഭിമാനത്തോടെ പറയാനുള്ള കാരണം MLA ആയിരുന്നു എന്നെ പണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് തല്ലി എന്നുള്ളത്. അല്ല, ചട്ടം ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. ഈ യുവതി സഹകരിച്ചില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പോലീസ് വെട്ടിലായി പൊളിഞ്ഞടങ്ങും. ഇവർ വരികയും ഇവരിന് വേണ്ട, എനിക്ക് നാണക്കേട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതാ ഇവർ അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ കാരണം ചാറ്റൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഇന്ന് അവരെ അതുകൊണ്ടാവാം ഇന്ന് അവർ ആ ചാറ്റ ഫെനീനെ പുറത്ത് വിട്ടത്. അപ്പോൾ പുറത്ത് വിടാത്ത ചാറ്റ് ഉണ്ടാവുമല്ലോ, ഇനി ഇഷ്ടം പോലെ. അപ്പോൾ ഇവന്റെ കയ്യിലുണ്ടാവുമല്ലോ, ആരെ രാഹുലിന്റെ കാണുമല്ലോ. അതാണ് മൊബൈൽ ഫോൺ തപ്പാൻ ഇറങ്ങിയത്. അതെ. അപ്പം ഇവരെന്ത് ചെയ്യും? പോലീസ് അതുകൊണ്ടാണ് സഹകരിക്കുന്നത്. എന്നൊന്ന് സഹകരിക്കാനുള്ളത്? ഇവൻ പീഡിപ്പിച്ചു അവർ പറയുന്നു. ഇവൻ പീഡിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ പീഡിപ്പിക്കുന്ന മൊബൈൽ ഫോൺ വഴിയാണോ? ഹോട്ടലിൽ പോയി തെളിവെടുത്തു, അവനവിടെ മുറിവൻ താമസിച്ചെന്ന് സമ്മതിച്ചു. പിന്നെ ബാക്കി പീഡനം നടത്തുന്ന പെണ്ണിൻ്റെ മൊഴി തെളിയിക്കേണ്ടത് ഇവനാണോ? നമ്മുടെ രാജ്യത്തെ നിയമം എന്താണ്? ആരാണോ ഒരു ഇങ്ങനത്തെ ഇവനാണ്. ഒരാളും അവനവനെതിരെ സാക്ഷ്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് പോലീസ് വെറുതെ പറയുകയാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക. ഇവനെ ചട്ടം ലംഘിച്ച് അറസ്റ്റ് ചെയ്തു, ഇവനെ ചട്ടം ലംഘിച്ച് ജയിലിൽ അടച്ചു, ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവാക്കി, ഇവൻ്റെ മേൽ ചീമുട്ട് എറിയുന്നു, ഇവനെ പോകുന്നിടത്തെല്ലാം കൂക്കി വിളിക്കുന്നു. ഒരു മനുഷ്യനെന്ന നിലയിൽ അവൻ്റെ സകല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് അവനെ അപമാനിച്ച് അവനെ മോശക്കാരനാക്കി അവനെ ജയിലിൽ അടച്ച് അവനെക്കുറിച്ച് അവനുമായിട്ട് ബന്ധപ്പെട്ട സ്വകാര്യ വീഡിയോ ദൃശ്യങ്ങൾ പോലും പുറത്തുവിട്ട് അപമാനിച്ചതാരാ? പോലീസ്. രാത്രി 12:15 പാലക്കാട് ഹോട്ടലിൽ പോയി ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ലായിരുന്നു. അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരുടെ ഫോൺ വരെ മേടിച്ചിട്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പോലീസ് അവരുടെ കേസന്വേഷണത്തിന് വേണ്ടി എടുത്തതാണെങ്കിൽ പുറത്തുവിടണം. പോലീസിന്റെ ദൃശ്യങ്ങൾ സാധാരണ പുറത്തു കൊടുക്കാറുള്ളതല്ലേ? അത് നിയമപോരാട്ടം നടത്തി കൊടുക്കാറില്ല. അതെ. ഈ അടുത്ത കാലത്ത് ഒരാൾ എത്രയോ കാലത്തിന് ശേഷമാണ് വിവരാവകാശ നിയമപ്രകാരം ലോക്കപ്പിലേക്ക് പുറത്തുവിട്ടത്. അപ്പോൾ പോലീസിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഇവനെ അപമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് റെക്കോർഡ് പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് പോലീസ് അവളുടെ ചാറ്റ് എന്ന നിലയിൽ, അവളുടെ ചാറ്റ് എന്ന നിലയിൽ ഇവനെന്തോ സാമ്പത്തിക ചൂഷണം ചെയ്ത് കുറേ അതെല്ലാം പുറത്തുവിട്ടു. ഇവനെ എല്ലാ ചാനൽ ക്യാമറകളെ അറിയിച്ചുകൊണ്ട് ഇവനെ വെളുപ്പാങ്കാലത്ത് കൊണ്ടുപോകുന്നു, ചാനൽ എടുക്കുന്നു, കോടതി കൊണ്ടുവരുമ്പോൾ ഇവനെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ അപമാനിച്ചു. ചില പ്രതികളെ കൊണ്ടുവരും, വേറെ കാറ്റഗറി കൊണ്ടുവരുന്നതാണ് മുഖം മൂടി കൊണ്ടുവരും. ഇവന് എല്ലാ അർത്ഥത്തിലും അപമാനിച്ച് ഇവനെ നിയമവിരുദ്ധം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സകല ഉദ്യോഗസ്ഥനും പണി വാങ്ങും. കാരണം ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ല, ശരി, എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റയ്ക്ക് നിയമപോരാട്ടം നടത്താമല്ലോ. അവൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ അവന് അവകാശമുണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇതിനെതിരെ നിയമപോരാട്ടമായിട്ട് രംഗത്തിറങ്ങുകയും ഈ പെണ്ണ് സഹകരിക്കാതിരിക്കുകയും ചെയ്താൽ അവിടെയാണ് വലിയ വെട്ടിലാകും. പെണ്ണ് സഹകരിക്കാൻ കുറച്ചൊക്കെ എന്തെങ്കിലും പിടിച്ചു നിൽക്കാം, എങ്കിൽ പോലും ചട്ടലംഘനം പ്രശ്നമാണ്, മാത്രമേ തെളിയിക്കാൻ പറ്റില്ല. ഇവൻ ബലാത്സംഗം ചെയ്ത് തെളിയിക്കാൻ പറ്റത്തില്ല, നിരപരാധിയാവും. എൻ്റെ പോലീസിൻ്റെ ആശങ്ക അതല്ല. ഇവള് സഹകരിച്ചില്ലെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് തരാൻ വന്നില്ലെങ്കിൽ, മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? കേസ് പൊളിയും. നല്ല രാജ്മോഹൻ, കേസല്ലെങ്കിലും പൊളിഞ്ഞു. ഇവള് സഹകരിച്ചില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഇവളെ കൊണ്ട് നിർബന്ധിച്ച് കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അവക്കൊരു സ്വപ്നം കണ്ടു, എന്നെ ഇവർക്ക് പീഡിപ്പിച്ചെന്ന്. അങ്ങനെ ഉണ്ടാവില്ല. അവള് പരാതി അയച്ചു. ഈ പരാതി നിയമപരമായി പരിശോധിച്ച് മാത്രം നടപടി എടുക്കേണ്ട ആരാ? പോലീസ്. പെണ്ണിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ പോലീസ് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തെ അപമാനിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് CPMന്റെ കൂടി അവരുടെ PR വർക്കിൻ്റെ ഭാഗമായി ഒരു നിരപരാധിയായ മനുഷ്യനെ വേട്ടയാടിയ തരത്തിലേക്ക് വരും. സകല പൂങ്കുഴലി മുതൽ, എനിക്ക് അവരുടെ ബഹുമാനം, നല്ല ഓഫീസറാണ്, സമ്മർദ്ദമുണ്ട്. പൂങ്കുഴലി മുതൽ താഴത്തെ ആ ഷൊർണൂരിലെ എന്തൊരു മുരളീകൃഷ്ണൻ, അങ്ങനെ കണ്ടൊരു CPM-കാരനാണ് പിടിക്കാൻ പോകുന്നത്, DYSP. അവരടക്കം ഈ സംഘത്തിലുണ്ടായിരുന്ന സകല പോലീസുകാരും ഒരു സംശയവും വേണ്ട, ഇതിങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പെൻഷൻ വാങ്ങത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓക്കെ, പൂങ്കുഴലിക്ക് ചോദിക്കാറുണ്ട്, IPS ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കും, അവർ നിസ്സഹകരിച്ചാൽ പുതിയ സർക്കാരിന് മാറേണ്ടി വരും.
പക്ഷെ സാധാരണ പോലീസുകാരുടെ അവസ്ഥ കഷ്ടമാണ്. വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവർ ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ട് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറില്ല. ഈ താഴത്തുള്ള പോലീസ് പക്ഷെ ഉദ്യോഗസ്ഥർ ഇവൻ പോരാട്ടം നടത്തി എന്ത് ചെയ്യും? മാത്രമല്ല ഈ മറ്റു കേസുകളെ ഇത് ബാധിക്കില്ല. ഇങ്ങനെ ആണെങ്കിൽ എല്ലാ കേസിനും ബാധിക്കും. ഇപ്പൊ ഇവനെതിരെ വന്നിരിക്കുന്ന ഒരു കേസിലും മെറിറ്റില്ല എന്നാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതൊരു പൂർണ്ണമായും കള്ളക്കേസാണെന്ന് വരുന്ന സാഹചര്യം. അത് രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, പെണ്ണ് സഹകരിച്ചാൽ കുറച്ചു കാലം ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ പോലും മറ്റേ പെണ്ണ് സഹകരിക്കുന്ന പോലെ തന്നെയാണല്ലോ. ആദ്യത്തെ കേസിൽ പെണ്ണ് സഹകരിക്കുന്നുണ്ട്, രണ്ടാമത്തെ കേസിൽ കാര്യം അറിയില്ല. പക്ഷേ പെണ്ണ് സഹകരിക്കാതെ കൂടി വന്നാൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവും. പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോടുകൂടി ചാടി ഇറങ്ങി യുദ്ധത്തിനിറങ്ങി എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മാറും. ഇവർ പലപ്പോഴും നേരത്തെ പലരുടെയും കാര്യത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരുടെയും കാര്യത്തിൽ ചെയ്യുന്നതാണ്. എന്തായാലും ഭയപ്പെടുത്തുന്ന ഒരു 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 സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പോലീസ് വെട്ടിലായിരിക്കുകയാണ്. ഇവർ മനസ്സിലാക്കാതെ വന്ന് സർക്കാർ എപ്പോഴും കൈയൊഴിയും, രാഷ്ട്രീയക്കാർ കൈയൊഴിയും. ഉറപ്പാണല്ലോ അവർ കൈയൊഴിയും. വാക്ക് കേട്ട് ഇറങ്ങിയ ഇറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ പോലീസ് കോൺസ്റ്റബിൾ മുതൽ പൂങ്കുഴലി വരെയുള്ള ഓഫീസർമാർ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവും. ഈ സ്ത്രീ സഹകരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബം സംരക്ഷിക്കണം. അപ്പോൾ കള്ളക്കേസെടുത്ത് ഒരു മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ വേണ്ടി ജയിലിൽ അടച്ചന്തരത്തിലേക്ക് വരും. ഇവരെല്ലാം കോടതി കയറി ഇറങ്ങണം. ഇവരെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇവരുടെയൊക്കെ പെൻഷനെ ബാധിക്കും. ഈ ചെറുക്കനാവട്ടെ വലിയ സഹതാവും, ഉമ്മൻചാണ്ടി കിട്ടിയ മതി സഹതാവും മൈലേജും ഉണ്ടായി. ഇവനെ വലിച്ചിടാൻ നോക്കി എല്ലാവരുടെയും മുകളിലൂടെ അവൻ സഞ്ചരിക്കുന്ന ഒരു കാലം ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇനി വരാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും. നന്ദി, നമസ്കാരം.